ഇനി നമുക്ക് 44-ാമത്തെ ശ്ലോകം നോക്കാം. ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം സ്വയൈവ മായയാജോപി സ്വയമേവ വിമോഹിത. ഏവം സമ്മോഹയൻ വിഷ്ണും, ഏവം ഇപ്രകാരം, സമ്മോഹയൻ ഏറ്റവും മോഹിപ്പിക്കുവാൻ ആയിട്ട് പ്രവർത്തിച്ച വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ, ആ ഭഗവാനെ തന്നെ മോഹിപ്പിക്കുവാനായി പ്രവർത്തിച്ച, വിമോഹം വിശ്വമോഹനം, വിമോഹം വിഗതമായ മോഹത്തോടു കൂടിയവനും, അതായത് പോയി മറഞ്ഞ മോഹത്തോടു കൂടിയവനും. ഭഗവാനെ മോഹിപ്പിക്കുവാൻ വന്നുവെങ്കിലും ഇപ്പോൾ ഭഗവാനെ മോഹിപ്പിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി, തന്നെയുമല്ല ആ മോഹമൊക്കെ ഉള്ളിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെയുള്ള വിശ്വമോഹനം, വിശ്വത്തെ മുഴുവൻ തന്നെ മോഹിപ്പിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാനെ മോഹിപ്പിക്കുവാൻ വന്നിട്ട് ഇപ്പോൾ മോഹമെല്ലാം അകലെപ്പോയ സ്വയൈവ, സ്വയ ഏവ, സ്വന്തം തൻ്റെ തന്നെ, മായയാജോപി, മായയ അജഹ അപിയാണ് മായയാജോപി. മായയ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ മായയാൽ, അജഹ അപി ആ ബ്രഹ്മാവ് തന്നെ, സ്വയമേവ വിമോഹിത, സ്വയം ഏവ താൻ തന്നെ അങ്ങോട്ട് വിമോഹിത മോഹിപ്പിക്കപ്പെട്ടവനായി പോയിയല്ലോ. ഇവിടെ ബ്രഹ്മാവ് വന്നത് ഈ കാലിച്ചക്കൻ എന്ത് ചെയ്യാനൊക്കും, താനിപ്പോൾ ഇങ്ങനെയൊരു മായ കാണിച്ചാൽ അതൊരു പക്ഷേ തൻ്റെ ഉള്ളിലെ കേമത്തം എന്നൊരു അഹംഭാവം ഉണ്ടായതുകൊണ്ടാകാം ബ്രഹ്മാവ് വന്നത്, ഭഗവാനെ ഒന്ന് മോഹിപ്പിക്കുവാൻ. തൻ്റെ മായ കൊണ്ട് അല്പസമയമെങ്കിലും ഈ കുട്ടികളെയൊക്കെ കാണാതെ, പശുക്കുട്ടികളെ കാണാതെ ആ ശ്രീകൃഷ്ണൻ കരയും, എന്താവും ചെയ്യുക ഇനി അടുത്ത ഭഗവാൻ എന്നൊന്ന് നോക്കാം എന്ന് കരുതി തൻ്റെ മായ കൊണ്ട് കുട്ടികളെയും പശുക്കുട്ടികളെയും ഒക്കെ സത്യലോകത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് തൻ്റെ മായ കാണിച്ച ബ്രഹ്മാവ് ഭഗവാനെ ഒന്ന് മോഹിപ്പിക്കുവാൻ, പരീക്ഷിക്കുവാനായി ഇറങ്ങി തിരിച്ചതായിരുന്നു. ഇപ്പോഴാകട്ടെ സാക്ഷാൽ മായാവിയായിട്ടുള്ള ഭഗവാൻ തൻ്റെ മായ കൊണ്ട് അതിനേക്കാൾ വലിയ മായ കാണിച്ചപ്പോൾ ആ ബ്രഹ്മാവ് പോലും ഭഗവാനെ അവിടുത്തെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടവനായി പോയിയല്ലോ. ഈ വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ മായാജാലം കൊണ്ട് ആ ബ്രഹ്മാവ് മോഹങ്ങളെല്ലാം അകന്നവനായി പോയിയല്ലോ. അവിടുത്തെ പ്രഭാവം കൊണ്ട്, അവിടുത്തെ മായാവൈഭവം കൊണ്ട് ബ്രഹ്മാവ് പോലും തൻ്റെ മായയുടെ നിസ്സാരത മനസ്സിലാക്കുകയും അങ്ങയുടെ മായയുടെ വൈഭവത്താൽ പെട്ടുപോവുകയും ചെയ്തുവല്ലോ ഭഗവാനെ. ഈ ഭഗവാനെ മോഹിപ്പിക്കുവാനായി ബ്രഹ്മാവ് ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ, അങ്ങനെയൊരു ചിന്ത ഉള്ളിൽ ഉദിക്കുന്നത് തന്നെ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? ഇത് കേവലം ഒരു മനുഷ്യബാലനാണല്ലോ. പക്ഷേ ബ്രഹ്മാവ് ഇത് ചിന്തിച്ചില്ല. ഭഗവാൻ ഏത് രൂപം കൈക്കൊണ്ടാലും, ഏതവസ്ഥയിലും, എല്ലാ പ്രകാരത്തിലും ഭഗവാന് മോഹമറ്റവനാണ്. ഭഗവാനെ ഒന്നുകൊണ്ടും മോഹിപ്പിക്കുവാനാവില്ല. സർവചരാചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നു. ഭഗവാൻ മാത്രമാണ് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചം ഒന്നാകെ, ഈ വിശ്വമൊന്നാകെ നിറഞ്ഞു നിൽക്കുന്നത്. ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ ഭഗവാനിലാണ് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അതിലൊന്നു മാത്രമായിട്ടുള്ള ബ്രഹ്മാവിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശക്തിയുടെ മായ കൊണ്ടോ മോഹിപ്പിക്കുവാനാകില്ല എന്ന് ബ്രഹ്മാവ് ചിന്തിക്കാതെയാണ് മായയ്ക്കതീതനായ
ഭഗവാനെ മോഹിപ്പിക്കുവാൻ മായ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ യാതൊന്നിനെ മോഹിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചുവോ അതിൻ്റെ മോഹവലയത്തിൽപ്പെട്ട്, ആ ശക്തിയുടെ തന്നെ മോഹവലയത്തിൽപ്പെട്ടിപ്പോൾ ബ്രഹ്മാവ് കുടുങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. 44-ാമത്തെ ശ്ലോകം. ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം സ്വയൈവ മായയാജോപി സ്വയമേവ വിമോഹിത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മായയാജോപി, മായയ അജ അപിയാണ്. അകാരം ശ്രദ്ധിച്ചാൽ മതിയാകും, പിരിച്ചു പഠിക്കേണ്ടതില്ല. അതുപോലെ വിമോഹിത, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 45-ാമത്തെ ശ്ലോകമാണ്. തമ്യാം തമോവന്നൈഹാരം ഖദ്യോദാർച്ചിരിവാഹനീം മഹതീതരമായൈഷ്യം നിഹന്ത്യാത്മനിയുഞ്ജത. തമ്യാം തമോവന്നൈഹാരം. തമ്യാം എന്ന് പറഞ്ഞാൽ തമസിൽ, ഇരുട്ടിൽ. തമോവന്നൈഹാരം, തമോവത് നൈഹാരം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തമോവന്നൈഹാരം. തമോവത് എന്ന് പറഞ്ഞാൽ തമസ് എന്ന പോലെ, ഇരുട്ടെന്ന പോലെ. നൈഹാരം, നീഹാരത്തിൽ നിന്നും ഉത്ഭവിച്ച. ഖദ്യോദാർച്ചിരിവാഹനി, ഖദ്യോദാർച്ചിഹി ഇവ അഹനി, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഖദ്യോദാർച്ചിരിവാഹനി. ഖദ്യോദാർച്ചിഹി എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങളുടെയൊക്കെ ഒരു വെളിച്ചം. ഇവ എന്ന് പറഞ്ഞാൽ അതുപോലെ, ഒരു കാന്തി പോലെ. അഹനി എന്ന് പറഞ്ഞാൽ അഹസ്സില. മഹതീതരമായ ഐശ്യം, മഹതി ഇതരമായ ഐശ്യം, ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. മഹതി എന്ന് പറഞ്ഞാൽ മഹാനില, മഹത്തായിട്ടുള്ളതിൽ. ഇതരമായ എന്ന് പറഞ്ഞാൽ മറ്റൊരു മായ, നീചമായിട്ടുള്ള. ഐശ്യം എന്ന് പറഞ്ഞാൽ ശക്തിയെ. നിഹന്തി ആത്മനി, നിഹന്തി ആത്മനി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിഹന്തി ആത്മനി. നിഹന്തി എന്ന് പറഞ്ഞാൽ ഹനിക്കുന്നു, ആത്മനി എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള. യുഞ്ജത എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചവൻ്റെ. ഇവിടെ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഈ ഇരുട്ടിൽ നീഹാരത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള ഒരു തമസ് പോലെ, ഒരു ഇരുട്ട് പോലെയും, അതേപോലെ അഹസ്സിൽ മിന്നാമിനുങ്ങളുടെയൊക്കെ ഒരു വെളിച്ചം പോലെ, മഹത്തായ ഒന്നിൽ മഹത്തായ ആ ഒരു ചൈതന്യം, അത് ഉപയോഗിച്ചവൻ്റെ നീചമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ, തന്നിൽ തന്നെയുള്ള ആ ഒരു ശക്തിയെ ഇവിടെ ഹനിക്കുന്നു. ബ്രഹ്മാവ് മായയ്ക്ക് അതീതനല്ല, ഭഗവാൻ മായയ്ക്ക് അതീതനാണ്. അങ്ങനെയുള്ള ബ്രഹ്മാവ് മായ കൊണ്ട് ഭഗവാനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ പറയുന്നത്, ഭഗവാന്റെ മായ കൊണ്ട് ബ്രഹ്മാവ് മോഹിച്ചത് എപ്രകാരമാണെന്ന് വെച്ചാൽ, ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാത്രിയിൽ ഒരു മഞ്ഞിൻ്റെ കൂമ്പാരത്തിൽ നിന്നും ഉണ്ടാകുന്ന അന്ധകാരം മറ്റാരെയും ബാധിക്കില്ല. കാരണം അത് മുൻപ് തന്നെ അവിടെ ഇരുട്ട് നിറഞ്ഞതാണ്. മറ്റൊന്നിവിടെ പറഞ്ഞത്, നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ദൃഷ്ടിയെ മറയ്ക്കുന്നതിന് രാത്രിയിലുള്ള ഇരുട്ട് തന്നെ
മതിയാകുന്നതാണ്. അതിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളെ മറയ്ക്കാനാവും. അങ്ങനെയുള്ളപ്പോൾ ഈ മഞ്ഞുകൊണ്ടുള്ള ഇരുട്ട് പ്രത്യേകിച്ച് കാണപ്പെടുന്നതും ഇല്ല. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കാര്യത്തിൽ സ്വയമേവ ഇവിടെ അങ്ങനെ വരുമ്പോൾ ബ്രഹ്മാവാകട്ടെ സ്വയമേവ ഈ മായയ്ക്കതീതനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിലും ബ്രഹ്മാവും മായയ്ക്കതീതനല്ല എന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ ഒരു ചെറിയ മായ മതിയാവും ബ്രഹ്മാവും മറയ്ക്കപ്പെടുവാനായിട്ട്, ബ്രഹ്മാവിന് ഇരുട്ട് അനുഭവപ്പെടുവാനായിട്ട്. ഈ സൂര്യൻ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് മിന്നാമിനുങ്ങിൻ്റെ ഒരു ചെറിയ വെട്ടത്തിന് പ്രഭാവമില്ലാത്തതുപോലെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവാന്റെ മായാ വൈഭവത്തിൽ അതിനിടയിൽ ഒരു കുഞ്ഞു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെയേ ഉണ്ടായുള്ളൂ ബ്രഹ്മാവിൻ്റെ ഈ മായയുടെ ശക്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവ് സ്വയം തന്നെ തൻ്റെ മായാ ശക്തിയിൽ ഭ്രമിക്കുകയും അത് വെച്ച് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മാത്രമേ ചെറിയ മായയിലൊക്കെ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ മായയിലും പെട്ടുപോവുകയുള്ളൂ. ഭഗവാൻ മായയ്ക്ക് അതീതനാണ്. ആ ഭഗവാനെ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൂര്യപ്രകാശത്തിൽ ഒരു കുഞ്ഞു മെഴുകുതിരി വെട്ടം, അതല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പ്രസക്തമല്ലാതാകുന്നതുപോലെ ഭഗവാന് ബ്രഹ്മാവിൻ്റെ മായ തീരെയും പ്രസക്തമായില്ല. അതിൽ ആ ബ്രഹ്മാവിൻ്റെ മായയ്ക്ക് ഭഗവാനിൽ ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല എന്നിവിടെ പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തമ്യാം തമോ വൈ നൈഹാരം ഖദ്യോതാർച്ചിരിവാഹനീം മഹതീതരമായൈഷ്യം നിഹന്ത്യാത്മനിയുഞ്ജത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തമോവന്നൈഹാരം, അവിടെ ന കൂട്ടക്ഷരമാണ്, തമോവത് നൈഹാരമാണ്, പദം പിരിക്കേണ്ട, ന വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതുപോലെ ഖദ്യോതാർച്ചിരിവാഹനി, ഇവ അഹനിയാണ്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മഹതീതരമായ ഐശ്യം, മഹതി ഇതരമായ ഐശ്യമാണ്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിഹന്തി ആത്മനി, നിഹന്തി ആത്മനിയാണ്, അകാരം നീട്ടിയെടുക്കുക. പിന്നെ യുഞ്ജത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 46-ാമത്തെ ശ്ലോകമാണ്. താവത് സർവേ വത്സപാല പശ്യതോജസ്യ തക്ഷണാത് വ്യദൃശ്യന്ത ഘനശ്യാമ പീതകൗശേയവാസസ. താവത് സർവേ വത്സപാല, താവത് അപ്പോൾ സർവേ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സകലരും, വത്സപാല പശുക്കുട്ടികളും, പശ്യതോജസ്യ, പശ്യതഃ അജസ്യാണ്, പശ്യതോജസ്യ, പശ്യതഃ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അജസ്യ, ആ ബ്രഹ്മാവ് തക്ഷണാത്, ആ ക്ഷണത്തിൽ തന്നെ ഒട്ടും താമസം കൂടാതെ വ്യദൃശ്യന്ത കാണപ്പെട്ടു, എന്ത്? ഘനശ്യാമ പീതകൗശേയവാസസ. ഘനശ്യാമ മേഘം പോലെ ആ ഒരു ശ്യാമള വർണ്ണത്തോടു കൂടിയവരും, അതേപോലെ പീതകൗശേയവാസസ മഞ്ഞപ്പട്ട് ധരിച്ചവരുമായിട്ട് കാണപ്പെട്ടു. ബ്രഹ്മാവാകെ ഭഗവാന്റെ മായയിൽ ഭ്രമിച്ചു നിൽക്കുന്ന വേളയിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിന്നിരുന്ന അവസ്ഥയിൽ
ബ്രഹ്മാവ് പലതരത്തിലുള്ള ചിന്തകളാൽ ആകുലനായി നിന്നിരുന്ന അവസ്ഥയിലാണ് പെട്ടെന്നൊരു നിമിഷം ബ്രഹ്മാവ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ പശുക്കുട്ടികളും അതുപോലെ അവരെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ ഗോപബാലന്മാരും എന്ന് തന്നെയുമല്ല, അവർ പിടിച്ചിരിക്കുന്ന വടികളാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്ന ഉറികളാണെങ്കിലും ആ ഓടക്കുഴലുകളാണെങ്കിലും എല്ലാം തന്നെയും, അതായത് അവർ സാധാരണ വനത്തിൽ വരുമ്പോൾ ഏതെല്ലാം തരത്തിലാണോ വരുന്നത്, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരുമോ എല്ലാം തന്നെയും മഞ്ഞപ്പട്ട് ധരിച്ച ആ കാർവർണ്ണനായിട്ട് ബ്രഹ്മാവിന് കാണപ്പെട്ടു, അല്ലെങ്കിൽ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു ഭഗവാൻ. തൻ്റെ ആ മായാവൈഭവമാണ് ബ്രഹ്മാവിനെ ഇപ്പോൾ മോഹിപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഈ ഭൂമിയിൽ ആ വൃന്ദാവനത്തിൽ ബ്രഹ്മാവ് അതായത് ഇവിടെ ആ ശ്രീകൃഷ്ണൻ മേയ്ക്കുവാനായി കൊണ്ടുപോയ പശുക്കുട്ടികളും അതുപോലെയുള്ള മറ്റുള്ള ഗോപബാലന്മാരും എല്ലാവരും, പിന്നെ താങ്കളുടെ കൈകളിൽ എന്തൊക്കെയുണ്ടായിരുന്നു അതെല്ലാം തന്നെയും ബ്രഹ്മാവ് നോക്കിയപ്പോൾ ഒരു ക്ഷണത്തിൽ ബ്രഹ്മാവ് കണ്ടത് എല്ലാം മഞ്ഞപ്പട്ടുടുത്ത കാർവർണ്ണനായിട്ട് കാണപ്പെട്ടു. സത്യമറിയാൻ പോയ, അത് ചിന്തകളിലൂടെ മനനം ചെയ്യുന്നതിലൂടെ അറിയാൻ പോയ ബ്രഹ്മാവിന് ആ സത്യത്തെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഈ ഭൂമിയിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു. രാമേട്ടൻ അത് കാണിച്ചു കൊടുത്തത് തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ടാണെങ്കിൽ ബ്രഹ്മാവിന് ആ സത്യം തെളിയിച്ചു കൊടുത്തത് തൻ്റെ മോഹവലയത്തിൽ പെടുത്തിയിട്ടായിരുന്നു. അതിൽ ഭ്രമിച്ചാണ് ഉള്ളിലിട്ടൊന്ന് വിചാരം ചെയ്യുവാൻ ബ്രഹ്മാവ് തുടങ്ങിയത്. സത്യം താൻ ഭൂമിയിൽ കാണുന്നതോ ഇല്ല തൻ്റെ സത്യലോകത്തിൽ കാണുന്നതോ എന്ന് തിരിച്ചറിയുവാൻ നോക്കിയത്. ഭഗവാൻ അവിടുത്തെ കാരുണ്യം കടാക്ഷമായി തുറന്നപ്പോൾ ബ്രഹ്മാവിന് മുൻപിൽ കാണിച്ചു കൊടുത്തു. ഭൂമിയിൽ ബ്രഹ്മാവ് കാണുന്നതെല്ലാം ആ ഹരിമയം തന്നെയാണ്, ഹരിയുടെ മായ തന്നെയാണ് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത് സർവേ വത്സപാല പശ്യതോജസ്യ തക്ഷണാത് വ്യദൃശ്യന്ത ഘനശ്യാമ പീതകൗശേയവാസസ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വത്സപാല ഘനശ്യാമ പീതകൗശേയവാസസ. മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയുള്ള വാക്കുകളൊക്കെ എളുപ്പമുള്ളതാണ് ആ ശ്ലോകത്തിൽ വരുന്നത്. ഇനി അടുത്തത് 47-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ തുടർന്ന് കാണാം. ഹരേ കൃഷ്ണ.